വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള സർക്കാർ പദ്ധതികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 5 ക്ലാസ് കേരള സർക്കാർ പദ്ധതികളെ കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. നിങ്ങൾ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഗ്രാമവണ്ടി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? KSRTC സർവീസുകൾ ഉണ്ടല്ലോ. KSRTC സർവീസുകൾ നിലവിലില്ലാത്ത ബസ് റൂട്ടുകളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളില് പ്രവർത്തിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ പേരാണ് എന്താണ്? ഗ്രാമവണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ KSRTC ബസ് സർവീസ് ഇല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള KSRTCയുടെ ഒരു പ്രോജക്റ്റിന്റെ പേരാണ് ഗ്രാമവണ്ടി. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അശ്വമേധം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് അശ്വമേധം എന്ന് പറയുന്നത്. അതായത് 2030 നമ്മുടെ വിചാരം ഇപ്പൊ കുഷ്ഠരോഗമൊന്നും ഇല്ലാന്ന്. ഇപ്പോഴും ധാരാളം കുഷ്ഠരോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. 2030 ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി അശ്വമേധം എന്ന് പറയുന്ന പ്രോജക്റ്റ് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്തത് വിദ്യാകിരൺ. വിദ്യാകിരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിനായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വിദ്യാകിരണം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതി വിദ്യാകിരണം. അടുത്ത പദ്ധതിയുടെ പേര് വിദ്യാതരംഗിണി എന്നാണ്. എന്താ വിദ്യാതരംഗിണി? ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് വായ്പ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാതരംഗിണി. ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ നൽകുന്ന പരിപാടിയാണ് സഹകരണ വകുപ്പിന്റെ പരിപാടി വിദ്യാതരംഗിണി. അടുത്തത് പൊൻവാക്ക്. എന്താ പൊൻവാക്ക്? ശൈശവ വിവാഹം തടയുന്നതിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ഇന്നത്തെ കാലത്തും പണ്ടത്തെ പോലെയൊക്കെ തന്നെ ശൈശവ വിവാഹം വളരെ എന്താ പറയാ റെയർ ആയിട്ടേ ഉള്ളൂ, എങ്കിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതുകൂടിയുള്ള ലക്ഷ്യം. അടുത്തത് ഓപ്പറേഷൻ പ്രവാഹം. എന്താ ഓപ്പറേഷൻ പ്രവാഹം? അതായത് പ്രളയ പ്രതിസന്ധി നേരിടാൻ വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ പ്രവാഹ്. പ്രളയ പ്രതിസന്ധി നേരിടാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ പ്രവാഹ് എന്നാണ് കേട്ടോ. അടുത്തത് നിയോക്രാഡിൽ. എന്താണ് നിയോക്രാഡിൽ? ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള, ക്രാഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അല്ലെ? ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള നവജാത ശിശുക്കൾക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് നിയോക്രാഡില്. ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് നാഷണൽ ഹെൽത്ത് മിഷൻ ആണ്. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കണം. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന്റെ സാങ്കേതിക പിന്തുണയോടുകൂടി നാഷണൽ ഹെൽത്ത് മിഷൻ ആണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടേക്കുന്നത്. അടുത്തത് വിദ്യാമിത്രം എന്നാണ് പദ്ധതിയുടെ പേര്. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പരിപാടിയാണ്. പക്ഷെ ഇത് കുടുംബശ്രീയുടെ പരിപാടിയാണ്. അപ്പൊ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതി ഏതാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം എന്ത് പറയണം? വിദ്യാമിത്രം എന്നാണ് പറയേണ്ടത്. അടുത്ത നോക്കുക, തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരെന്ത്? അപ്പൊ ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്, പക്ഷേ ശ്രദ്ധിക്കേണ്ടത് മുതിർന്ന പൗരന്മാർക്കാണ്. തൊഴിലില്ലാതെ ഇരിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയുടെ പേര് നവജീവൻ എന്നാണ്. അടുത്ത നോക്കൂ, പട്ടികവർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഹരിതരശ്മി എന്നാണ്. ഈ പദ്ധതി ആദ്യം നടപ്പിലാക്കുന്ന ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ്. അവിടെയാണ് കൂടുതലും എന്താ പറയുന്നത് പട്ടികവർഗക്കാരായിട്ടുള്ള ജനങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്കറിയാലോ, ഇടുക്കി, വയനാട് അല്ലെങ്കിൽ പാലക്കാട് പട്ടികജാതി പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? അപ്പൊ അവരെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആകർഷിക്കാൻ വേണ്ടി ഹരിതരശ്മി എന്ന് പറയുന്ന പദ്ധതി തുടങ്ങി. ഇടുക്കി, വയനാടാണ് ആദ്യം തുടങ്ങിയത്. ഇനി അടുത്തത് അക്ഷയ കേരളം. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പൊതുജന ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത പദ്ധതിയാണ് അക്ഷയ കേരളം. ശ്രദ്ധിക്കുക, അപ്പൊ ഒരു അവാർഡാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. പൊതുജന ആരോഗ്യ മേഖലയിൽ ഒരു രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി
കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത പദ്ധതിയുടെ പേര് ഏതാണ്? അക്ഷയ കേരളം എന്നാണ്. കേരള ആരോഗ്യ വകുപ്പിന്റെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതി, കേരള ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷയ കേരളം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിജീവനം കേരളീയം. എന്താ അതിജീവനം കേരളീയം? കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ ലഭ്യമാക്കുന്ന പരിപാടിയാണ് അതിജീവനം കേരളീയം. അപ്പൊ കുടുംബശ്രീയില് അംഗമായതിനു ശേഷം അവർക്ക് സ്വയം തൊഴിൽ സാധ്യതകൾ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. സംസ്ഥാന സർക്കാരിന്റെ 100 ദിവസത്തെ കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണ്? കോവിഡ് പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് എന്താ പറയുന്നത്, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സാധ്യതകൾ കൊടുക്കുക എന്നുള്ളതാണ് അതിജീവനം കേരളീയം എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം കേട്ടോ. അടുത്തത് എന്താണ് സമന്വയം? അതായത് വിദ്യാഭ്യാസം പാതി വഴിയിലൊക്കെ മുടങ്ങിയ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി സമന്വയം. എന്താണ്? അതായത് ഇടയ്ക്ക് വെച്ച് നമുക്ക് പഠിപ്പൊക്കെ മുടക്കേണ്ടി വരുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള വ്യക്തികളാണെന്ന് വിചാരിക്കും. അവർക്ക് എന്താണ് തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കാനായിട്ട് സാക്ഷരതാ മിഷൻ തുടങ്ങിയ പദ്ധതിയുടെ പേര് സമന്വയ എന്നാണ്. അടുത്തത് കളിക്കൂട്ടം. എന്താ കളിക്കൂട്ടം? ഓട്ടിസം ബാധിച്ച കുട്ടികൾ, നമ്മൾ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് പല പ്രോജക്റ്റുകൾ ഇപ്പൊ പറയുണ്ടായി, ഓരോന്നും ശ്രദ്ധിച്ച് പഠിക്കണം. ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് സമഗ്ര ശിക്ഷ കേരളം ഒരുക്കണ പദ്ധതിയുടെ പേരാണ് കളിക്കൂട്ടം. എന്താ പറഞ്ഞേ? ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സമഗ്ര ശിക്ഷ കേരളം ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് കളിക്കൂട്ടം. അടുത്തത് ഇനി സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ഉണ്ട്. എന്താണ് അതിന്റെ പേരെന്ന് ചോദിച്ചാൽ കേരള സവാരി എന്ന് പറയും. എന്താണ്? കേരള സവാരി കേട്ടോ. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആണ് കേരള സവാരി. ഇനി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പുരപ്പുറ സൗരോർജ പദ്ധതി, പുരപ്പുറത്ത് സൗരോർജം ലഭ്യമാക്കുന്ന KECBയുടെ പരിപാടിയുടെ പേരാണ് സൗര. എന്താ പേര്? സൗര. അടുത്തത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി അനർട്ട് നടപ്പിലാക്കുന്ന പദ്ധതി സൗര തേജസ്. അങ്ങോട്ട് തെറ്റരുത്, സൗരയും സൗര തേജസ്സും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള അനർട്ടിന്റെ പരിപാടിയാണ് സൗര തേജസ്. അടുത്തത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി പടവുകൾ. ശ്രദ്ധിക്കണം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് കൊടുക്കുന്ന സഹായ പദ്ധതിയാണ് വിദ്യാഭ്യാസത്തിന്. ആരാ കൊടുക്കണേ? വനിതാ ശിശു വികസന വകുപ്പ്. പദ്ധതിയുടെ പേര് പടവുകൾ എന്നാണ്. എന്താ പദ്ധതിയുടെ പേര്? പടവുകൾ എന്നാണ് പദ്ധതിയുടെ പേര് പറയണേ കേട്ടോ. അടുത്തത് കരുതൽ. എന്താണ്? നിരാലംബരായ, അതായത് ആരുമില്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിക്കാനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ്, അല്ലെങ്കിൽ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ. നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി കരുതൽ. അടുത്ത് നോക്കൂ, തെളിമ. എന്താ തെളിമ? റേഷൻ കാർഡില് എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തുക, അതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യുക. അതിനൊക്കെയായിട്ട് കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉണ്ടല്ലോ, അവരാരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? തെളിമ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കതിർ. അപ്പൊ വനങ്ങളെ ആശ്രയിച്ച് താമസിക്കുന്ന സമൂഹത്തിന്റെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് കതിർ എന്നാണ്. അടുത്ത നോക്കൂ, എന്താണ് പദ്ധതിയുടെ പേര്? അരികെ. അതായത് സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി അരികെ. സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി അരികെ.
അപ്പൊ ഇന്നത്തോടു കൂടി നമ്മൾ 6 ക്ലാസ്സുകള് കേരള സോഷ്യൽ വെൽഫെയർ സ്കീംസ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 6ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഒരുമിച്ച് നമ്മളെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഓഫ് കേരള എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഞാനത് ആഡ് ചെയ്തിടാം. ഓരോന്നും നിങ്ങൾ കണ്ടു പഠിക്കുക. അപ്പൊ ഏകദേശം നമ്മുടെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ രൂപത്തിൽ എന്തെങ്കിലും ആഡ് ആവുകയാണെങ്കിൽ ഒരു 10-20 എണ്ണമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് അതൊരു ക്ലാസ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ കൂടെ ഞാൻ ഓരോന്ന് ഇടും കൂടെ ചെയ്യാം. അപ്പൊ ഇത്രയാണ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളത് ഓരോ ക്ലാസ്സും ഭംഗിയായിട്ട് കേട്ട് എഴുതിയും കണ്ടും പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.